ഇലക്ഷൻ കഴിഞ്ഞു. മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? UDF വമ്പൻ വിജയം, എന്താ പറയുക, ഇതുവരെ കാണാത്തൊരു വിജയം നമ്മൾ ഒരു കാഴ്ച വെച്ചു. അത് എൻ്റെ പറ്റി വരെ ഞാനിപ്പോൾ ഒരു UDF അല്ല, ഒരു 100% പോലും അല്ല. എന്താ അറിയോ, ചിലപ്പോൾ വോട്ട് ചെയ്ത് അവർക്കാവാം, വേറെ ആൾക്കാവാം, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ, അത് പോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് VD സതീശൻ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാസാണ്. എല്ലാവരും ഇപ്പം എന്താ അറിയോ, ലീഗുകാർക്കാട്ടെ, മാർക്സിസ്റ്റുകാട്ടെ, BJP ആട്ടെ, SDP ആട്ടെ, ഏത് പാർട്ടി ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. ഒരു സംശയമൊക്കെ ആയിട്ട് നമുക്ക് പറയാനില്ല. എന്താ പറയുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു മന്ത്രിയാകുന്നത് അത് VD സതീശനാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കൊക്കെ ഉള്ളത്. അതിൻ്റെ ലീഗുകാർക്കുള്ളത്, അതല്ല വേറെ അന്യ പാർട്ടിക്കാർക്കൊക്കെ ഉള്ളത്. VD സതീശനാവണം മുഖ്യമന്ത്രി, കാരണം മുമ്പ് നല്ല നേതാവാണ്. കാരണം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാര്യം നീക്കിയതും സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും വ്യക്തമായി സംസാരിച്ചു, ജനങ്ങളിലേക്ക് എത്തി. ജനങ്ങളെ VD സതീശനെ കണ്ടിട്ടാണ് ചിലപ്പോൾ എന്താ അറിയോ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയതിനെ നമ്മൾ സംശയിക്കേണ്ടി വരും. അത്രയും നല്ല നേതാവാണ്. ഇവിടെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾ മുഖം കാണിക്കുന്നില്ല, എന്നാൽ അയാളോട് നമ്മൾ വലിയ ലീഗുകാരൻ. കാരണം അറിയോ, എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ ലീഗുകാരനാണ്. കാരണം മുറിച്ചിട്ട് ഞാനൊക്കെ പറയുന്നത് അറിയോ, എനിക്ക് പിന്നെ ഓൻ്റെ കൈ മുറിച്ചാൽ പച്ച ചോര വരികയെന്നാണ് പറയുക. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്നാൽ ഓനോട് മുഖം ഞാൻ കാണിക്കുന്നില്ല. ഓനോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, ആരാവണം മുഖ്യമന്ത്രി? അതൊരു സംശയമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ VD സതീശനാവണം എന്നുള്ളതാണ് ഓരോ UDFന്റെ പ്രവർത്തകന്റെ ആഗ്രഹം. അല്ല, ഞാൻ വെച്ച ചോദ്യം UDF VD സതീശനാവണമെന്നാണ് വ്യക്തി പറയുന്നത്. ഞാനൊരു കാര്യം, VD സതീശൻ അല്ലാതെ മറ്റിപ്പം 2 പേരും ഉണ്ട്. ഓലങ്ങ് മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക? കേരളത്തിൽ സംഭവിക്കുക പറഞ്ഞാൽ നേതൃത്വം എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് അനുയായികൾ. അപ്പോ ആ തീരുമാനം ഞങ്ങൾ പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള വേദികളിൽ അത് അറിയിക്കും. അതിന് മുമ്പോട്ട് പോകുന്ന പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയാൻ ആൾക്കാരോ ഓര് എങ്ങനെയാണോ പാർട്ടി തീരുമാനിക്കുക അതുപോലെ പോകുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതല്ല, VD സതീശൻ അല്ലാതെ വേറെ ആരെങ്കിലും ഈ പറയുന്ന മറ്റ് വ്യക്തികൾ ആരാരും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും ഇവിടെ നടക്കാൻ പോകുന്ന, കേരളത്തിൽ നടക്കാൻ പോകുന്നത് വമ്പ പ്രതിഷേധമായിരിക്കും. ഒരു സംശയമില്ല. ഓൽക്കെന്താ അറിയോ, മന്ത്രി ആരെങ്കിലും ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നാണം കേടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. കാരണം അറിയോ, VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞ മാസം. കാരണം അറിയോ, തന്ത്രങ്ങൾ അറിയാതെ എവിടെ എങ്ങനെ കളിക്കണം ശരിക്കും മൂപ്പർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനത്തെ നേതാവിനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ അറിയോ, പിന്നെ ഈ ശരിക്കും VD സതീശൻ മന്ത്രി ആവണം. മറ്റുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ എന്താ അറിയോ, ഓരൊക്കെ മന്ത്രി ആവാൻ എന്താ അറിയോ അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ എങ്കിലും കൂടി നമ്മളെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണ് VD സതീശൻ മന്ത്രി ആവണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ താങ്ക് യു വെരി മച്ച്.